പട്ടികൾ തമ്മിൽ കടിപിടിക്കുന്ന ശബ്ദം കേട്ടാണ് ഞാൻ കണ്ണു തുറന്നത്. എവിടെയാണ് ഞാൻ കിടക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു കുഴിയിലാണെന്നും കൂടെയുള്ളത് നേരത്തെ എൻ്റെ കൂടെയുണ്ടായിരുന്നവരുടെ മൃതശരീരങ്ങളാണെന്നും ഞാൻ തിരിച്ചറിഞ്ഞു. എൻ്റെ മേലെ ചില ശരീരങ്ങളും അതിനുമേലെ കുറേ ചവറുകളാണെന്നും മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു. പതുക്കെ സർവശക്തിയും ഉപയോഗിച്ച് ഞാൻ ഇഴയുകയായിരുന്നു. ചുറ്റിലും ഇതുപോലെയുള്ള കുഴികളും നായ്ക്കളുടെ കൂട്ടങ്ങളും കണ്ട് ഞാൻ വല്ലാതെ ഭയപ്പെട്ടു. ഇന്നലെ ആയിരുന്നു ഉച്ചഭാഷണിയിലൂടെ അമേരിക്ക ബോംബിടാൻ പോകുന്നു, ഉടനെ വെളിയിൽ വന്ന് പട്ടാളത്തിന്റെ കൂടെ നടക്കണമെന്ന് അറിയിപ്പുണ്ടായത്. എൻ്റെ വീട്ടിൽ നിന്ന് ഞാനും അമ്മയും സഹോദരിമാരും ഉടനെ റോഡിലേക്ക് ഇറങ്ങി. അപ്പോൾ നൂറുകണക്കിന് ആൾക്കാർ റോഡിലൂടെ നടക്കുന്നുണ്ടായിരുന്നു. രാത്രി ഏറെ വൈകി ഏതോ ഒരിടത്തെത്തി. പിറ്റേ ദിവസമാണ് അതൊരു മലയടിവാരമാണെന്ന് മനസ്സിലായത്. യാതൊന്നും കയ്യിലെടുക്കരുത്, 3 ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചു വരാൻ കഴിയുമെന്നും ഉച്ചഭാഷണിയിലൂടെ അറിയിച്ചിരുന്നു. അമ്മയെയും എന്നെയും മറ്റ് സഹോദരങ്ങളിൽ നിന്നും മാറ്റി ഒരു 40ഓളം പേർ വരുന്ന കൂട്ടത്തിലേക്ക് ചേർത്തു. ഞങ്ങൾ താമസിച്ചിരുന്ന ഇടത്തിനെ കോപ്പറേറ്റീവ് എന്നാണ് പട്ടാളക്കാർ വിളിച്ചിരുന്നത്. ആ ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് ഞങ്ങൾക്കുള്ള റേഷൻ വാങ്ങിക്കാൻ പോകാൻ ആവശ്യപ്പെട്ടു. അരി വാങ്ങി തിരികെ കോപ്പറേറ്റീവ് എത്തിയപ്പോൾ ഞങ്ങളെ അടുത്തുള്ള പുഴയുടെ മറ്റൊരു തീരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. 5 നിരയായി ഭൂമിയിലിരിക്കാൻ ആവശ്യപ്പെട്ടു. ഞങ്ങളെല്ലാവരും കംബോഡിയൻ പട്ടാളത്തിലോ സർക്കാർ ജോലിയിലോ ഉണ്ടായിരുന്നവരുടെ ബന്ധുക്കളായിരുന്നു. ഉടനെ മുന്നിൽ നിൽക്കുന്ന പട്ടാളക്കാർ ഞങ്ങൾക്ക് നേരെ നിറയൊഴിച്ചു. അമ്മ എൻ്റെ ശരീരത്തിലേക്ക് വീണു. എനിക്കും വെടിയേറ്റു. പിന്നെ ഒന്നും ഓർമ്മയില്ല. പട്ടാളക്കാർ ഞാനും തീർന്നിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവാം. പിന്നീടവർ ഞങ്ങളുടെ ശരീരങ്ങൾ കോരിയെടുത്ത് ഈ കുഴിയിൽ കൊണ്ടുവന്ന് ഇട്ടതാകാം. അമ്മയുടെ ശരീരം പിന്നീട് എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ഇത് 1975 ഏപ്രിൽ 17 മുതൽ 1979 ജനുവരി 6 വരെ കംബോഡിയയിൽ ഖമർ റൂഷ് സേന നടത്തിയ ക്രൂരതകളെപ്പറ്റി സാം സിത്തി എന്ന സ്ത്രീ നടത്തിയ വെളിപ്പെടുത്തലാണിത്. ഖമർ ജനതയുടെ ഖമർ സാമ്രാജ്യം നൂറ്റാണ്ടുകളോളം വളരെ സമ്പന്നമായിരുന്നു. 1863 കംബോഡിയയെ വിയറ്റ്നാമിനോടും ലാവോസിനോടും കൂടെ ചേർത്ത് ഇൻഡോ ചൈന എന്ന പേരിൽ യൂറോപ്യൻ ശക്തിയായിരുന്ന ഫ്രാൻസ് 90 വർഷക്കാലം ഭരിച്ചു. 2ാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ ഫ്രാൻസിനെ തുരത്തി. ജപ്പാനിൽ ആറ്റം ബോംബ് വർഷിച്ചതോടെ അവർ അവിടെ നിന്നും പിന്മാറി. ഫ്രാൻസ് വീണ്ടും തിരികെ എത്തി. ഇക്കാലയളവിലൊക്കെ ഖമർ ചക്രവർത്തിമാർ കാര്യമായ അധികാരങ്ങൾ ഒന്നുമില്ലാതെ ഭരണാധികാരികളായി തുടർന്നിരുന്നു. 1953 ഫ്രാൻസുമായി നെരോധം സിംഹാനുക്ക് രാജാവ് ചർച്ച ചെയ്ത് അധികാരം പിടിച്ചു. പിന്നീടവിടെ ആഭ്യന്തര കലഹത്തിന്റെ കാലമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുമായി ഫ്രാൻസിൽ നിന്നുമെത്തിയ സലോത്ത് സർ രംഗപ്രവേശനം നടത്തുന്നത്. 1925 ഖമർ ചൈനീസ് മാതാപിതാക്കളുടെ മകനായി ജനിച്ച സലോത്ത് സർ കംബോഡിയയിൽ തന്നെയാണ് തന്റെ വിദ്യാഭ്യാസം തുടക്കമിട്ടത്. തെരാവാദ ബുദ്ധമതത്തിൽപ്പെട്ട ഫെനംപേയിലുള്ള ഒരു ബുദ്ധ ആശ്രമത്തിൽ കുറെ കാലം ധ്യാനത്തിൽ കഴിഞ്ഞിരുന്നതായി പറയപ്പെടുന്നു. തുടർന്ന് ഉപരിപഠനാർത്ഥം പാരീസിലേക്ക് പോയി. പഠനത്തിൽ പിന്നിലായിരുന്ന അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയില്ല. എന്നാൽ സോവിയറ്റ് നേതാവ് ജോസഫ് സ്റ്റാലിന്റെയും ചൈനയിലെ മാവോ സേ തൂങ്ങിന്റെയും ആശയങ്ങളിൽ ആകൃഷ്ടനായി. തുടർന്ന് ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വമെടുത്തു. കംബോഡിയയിൽ തിരിച്ചെത്തിയ
സലോത് സറിന് അവിടുത്തെ ആഭ്യന്തര കലഹം മുതലെടുക്കാൻ കഴിഞ്ഞു. എന്നാൽ രാജാവിന്റെ ജനപ്രീതി മാനിച്ച് അദ്ദേഹവുമായി ചങ്ങാത്തത്തിന് ശ്രമിച്ചു. 1950 അദ്ദേഹം കംബോജിയൻ ലേബർ പാർട്ടി രൂപീകരിച്ചു. അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങളെ സംഘടിപ്പിച്ചു. ലേബർ പാർട്ടിയെ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് കംബോജിയ എന്ന് പുനർനാമകരണം ചെയ്തു. ഗ്രാമാന്തരങ്ങളിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തി. ചൈനയുടെ ശക്തമായ പിന്തുണ അദ്ദേഹത്തിന് കിട്ടി. സ്വന്തമായ ഒരു പട്ടാളം രൂപീകരിച്ചു. കറുത്ത വസ്ത്രവും ചുവന്ന ഷാളുമായിരുന്നു വേഷം. സിംഹാനുക്ക് രാജാവാണ് ഇവരെ ആദ്യമായി ഖമർ റൂഷ് അഥവാ ചുവന്ന ഖമർ എന്ന് വിളിച്ചത്. ചൈനയുടെ സഹായത്തോടെ ശക്തരായ ഈ പട്ടാളം പതുക്കെ പതുക്കെ വലിയ ശക്തിയായി മാറി. 1970 സലോത് സർ തന്റെ പേര് പോൾപോട്ട് എന്നാക്കി. പിന്നീട് ചരിത്രത്തിൽ ആ പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. 1975 ഏപ്രിൽ 17 കംബോഡിയ പൂർണ്ണമായും ഖമർ റൂഷിന്റെ നിയന്ത്രണത്തിലായി. കംബോഡിയയിൽ നാണയം നിരോധിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണ്ടെന്ന് വച്ചു. സർക്കാർ ഓഫീസുകളും വേണ്ടെന്ന് വച്ചു. ആശുപത്രികളും മരുന്ന് കടകളും പാടില്ല. അതൊക്കെ പാശ്ചാത്യ രീതികളാണ്. സ്വകാര്യ സ്വത്തോ ഭൂമിയോ പാടില്ല. എല്ലാവരും വയലേലകളിലേക്ക് നയിക്കപ്പെട്ടു. അതുപോലെ കൃഷിസ്ഥലത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കാനായി കാടുകൾ വെട്ടിത്തെളിക്കാനും ഉത്തരവിട്ടു. പണിയെടുക്കാൻ കഴിയാത്തവരെയൊക്കെ വെടിവെച്ചു കൊന്നു. അസുഖങ്ങൾ പിടിപെട്ടവരൊക്കെ മരണത്തിന് കീഴടങ്ങി. കാർഷിക വ്യവസ്ഥിതിയിലൂന്നിയ ഒരു സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കാനുള്ള ശ്രമമായിരുന്നു അത്. ചെറുപ്പക്കാരായ ഖമർ റൂഷ് പട്ടാളം ജനത്തെ അതിക്രൂരമായി കൊന്നൊടുക്കി. വെടിവെച്ചുകൊന്ന് നെൽവയലുകളിൽ കുഴിച്ചിടുന്നതുകൊണ്ട് വിളവുകൾ കൂടുമെന്നായിരുന്നു വാദം. നടക്കാൻ പോലും കഴിയാത്ത വൃദ്ധരെ യാതൊരു കനിവും കൂടാതെ വെടിവെച്ചു കൊന്നു. 1976 കംബോഡിയയെ കംബൂച്ചിയ എന്ന് നാമകരണം ചെയ്തു. പഴയ സർക്കാരിന്റെ ഭാഗമായിരുന്ന സകലരും വധിക്കപ്പെട്ടു. അത്തരത്തിലുള്ള അവസ്ഥയിൽ നിന്നാണ് സാം സിത്തി എന്ന സ്ത്രീ രക്ഷപ്പെട്ടത്. ഫെനംപേയിൽ S21 എന്ന തടവറയുണ്ടായിരുന്നു. അവിടെ എത്തിച്ചേർന്നവരാരും രക്ഷപ്പെട്ടിട്ടില്ല. കാലുകൾ ഇരുമ്പ് ക്ലാമ്പുകൾ കൊണ്ട് പൂട്ടിയിട്ട് കഠിനമായി പീഡിപ്പിച്ച് എത്രയോ ആയിരങ്ങളെ കൊന്നൊടുക്കി. 1975 ഏപ്രിൽ 17 മുതൽ 1979 ജനുവരി 6 വരെയുള്ള കാലം കംബോഡിയൻ ജനസംഖ്യയുടെ 1/4 ഭാഗത്തെ, അതായത് 20 ലക്ഷത്തിനു മേലെ ജനങ്ങളെ ഈ ഏകാധിപതി കൊന്നൊടുക്കി. വംശീയ ഹത്യ നടത്തിയ അഡോൾഫ് ഹിറ്റ്ലറിനെയും പ്രത്യയശാസ്ത്രം നടപ്പിലാക്കാൻ ശ്രമിച്ച സ്റ്റാലിനെയും കവച്ചു വയ്ക്കുന്ന ക്രൂരതയായിരുന്നു പോൾപോട്ട് നടത്തിയത്. നെൽകൃഷി നടത്തി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിളവ് ചൈനയിലേക്ക് കയറ്റി അയച്ച് പകരം ആയുധങ്ങൾ വാങ്ങി സ്വന്തം ജനതയെ കൊന്നൊടുക്കുക എന്നത് ചിന്തിക്കാൻ കഴിയുന്നില്ല.
1979 ജനുവരി 6 വിയറ്റ്നാം സേന കംബോഡിയ പിടിച്ചടക്കിയപ്പോൾ പോൾ പോട്ടും സംഘവും തായ്ലൻഡ് അതിർത്തിയിലേക്ക് പലായനം ചെയ്തു. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ വിചാരണ നടന്നുവരുമ്പോൾ 1998 മെയ് 15 പോൾ പോട്ട് എന്ന ഏകാധിപതി മരിച്ചു.